PM ശ്രീ പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. CPI MLA P പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. അടിയന്തര പ്രമേയ നോട്ടീസ് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളി. മന്ത്രിസഭ ഉപസമിതി ഉണ്ടാക്കിയത് കരാർ നടപ്പാക്കാനെന്ന നോട്ടീസ് വസ്തുതാവിരുദ്ധമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ പറഞ്ഞു. കരാറിൽ ഒപ്പിടാൻ തയ്യാറെന്ന് കാണിച്ച് ഇടത് സർക്കാർ 2024 കേന്ദ്രത്തിന് കത്തയച്ചു. ഇരുട്ടിന്റെ മറവിൽ ഒപ്പിട്ട് കരാറിൽ നിന്നും പിന്മാറാൻ അവകാശം കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളതെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. ഊഹത്തിന്റെ പേരിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് ശരിയല്ലെന്നും ഞങ്ങൾ PM ശ്രീയുടെ ആളുകളല്ലെന്നും ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. എത്ര ബഹളം വെച്ചാലും പറയാനുള്ളത് പറയുമെന്നും ഇതിന് P പ്രസാദ് മറുപടി നൽകി. പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറയാൻ ഷംസുദ്ദീന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അല്ലേ ഷംസുദ്ദീൻ എന്നും P പ്രസാദ് ചോദിച്ചു. അധികാരത്തിൽ വന്നപ്പോൾ എവിടെയോ ഒഴുക്കിക്കളയുമെന്ന് പറഞ്ഞില്ലേ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആഞ്ഞടിച്ചു. അധികാരത്തിൽ വന്ന് ഒരു മാസത്തിലധികമായെന്നും എന്താ ഒഴുക്കാൻ തയ്യാറാകാത്തതെന്നും പിണറായി വിമർശിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ PM ശ്രീയിൽ ഒപ്പിടാതെ മാറി നിന്നിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. പക്ഷേ എല്ലാവരെയും മുൾമുനയിൽ നിർത്തി ഇരുട്ടിന്റെ മറവിൽ അന്ന് ഒപ്പിട്ട കഥകളൊക്കെ അന്നത്തെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാണ്. ഒരാളും പുറത്തറിയാതെ വളരെ രഹസ്യമായി ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെ CPIക്കാർക്ക് അഭിപ്രായമുണ്ടോ, CPIക്കാർ പോലും അറിയാതെ അന്ന് ബിനോയ് വിശ്വം എന്താ പറഞ്ഞത്? ബിനോയ് വിശ്വം അന്ന് ചോദിച്ചത് ഇതെന്ത് സർക്കാരാണെന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. കാരണം ഒരു ഉത്തരവാദിത്തമില്ല. PMC പദ്ധതി നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ നേതാവായ ശ്രീ ഷംസുദ്ദീന് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം അപമാനകരമായ കാര്യം. RSSന്റെ ഒരു പെറ്റ് പ്രോജക്ട്സ് നടപ്പിലാക്കേണ്ടതുണ്ടോ? ആ നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ലേ ഈ താല്പര്യം കാണിക്കുന്നത്? ഗവൺമെന്റ് മാറി വന്നപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇത് ഒരു തുടർച്ചയാണ്, ഞങ്ങൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അറബിക്കടലിലേക്ക് എടുത്തെറിയും എന്ന് പറഞ്ഞവരുൾപ്പെടെ അതിന്റെ വക്താക്കളായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഓർമ്മയില്ലേ, അധികാരത്തിൽ വന്നാൽ എവിടെയോ ഒഴുക്കി കളയുമെന്ന് പറഞ്ഞിരുന്നില്ലേ? എവിടെ പോയി നാക്ക്? എന്തേ ഇപ്പൊ അതിനെക്കുറിച്ച് പറയാത്തത്? എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത്? സർ, ഇവിടെ ഒരു മാസത്തിനുള്ളിൽ മുൻ നിലപാടുകളാകെ മാറുകയാണ്.